നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ ചമ്മന്തിയാണ്. ഇതിലേക്കായി അധികം പഴുക്കാത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. കഴുകി വെള്ളം വാർന്ന ശേഷം മുറിച്ചെടുക്കാം. ഇത് 1 കിലോ വെയിറ്റുള്ള പൈനാപ്പിളാണ്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് മുറിച്ചെടുക്കുന്നത്. ചമ്മന്തി ഉണ്ടാക്കാൻ ഏകദേശം 1/2 കിലോ മതിയാകും. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തൊലി മാറ്റി ചെത്തി എടുക്കണം. ആദ്യം പകുതി മുറിച്ചെടുക്കാം. താഴെ ഭാഗം മുറിച്ച് മാറ്റണം. ഇനി കഷ്ണങ്ങളാക്കാം. ഓരോ ചെറിയ കഷ്ണത്തിൻ്റെയും തൊലി മാറ്റണം. പിന്നെ നടുവിലെ കട്ടിയായ ഭാഗവും മുറിച്ച് കളയാം. അധികം പഴുക്കാത്ത പൈനാപ്പിളാണ് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഈ ചമ്മന്തി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കേടുകൂടാതിരിക്കും. കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തിയാണ് ഇത്. നല്ല ടേസ്റ്റ് തോന്നിയതുകൊണ്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. പൈനാപ്പിളിൽ ബ്രോമിലിൻ എന്ന എൻസൈം ഉള്ളതുകൊണ്ട് ദഹനത്തെ കൂട്ടുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പൈനാപ്പിൾ സഹായിക്കും. ധാരാളം വിറ്റാമിനുകളും ഇതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ തരിതരിപ്പായി അരച്ച് മാറ്റി വയ്ക്കാം. അരച്ച് എടുത്തു. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് വറുത്തെടുക്കാനുണ്ട്. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ചൂടായാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ചെറുതാക്കി വയ്ക്കണം. പിന്നീട് കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം ചൂടായാൽ ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. അടുത്തത് വെളുത്ത എള്ള് 1/2 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇനി നാളികേരം കൊപ്രയായത് കനം കുറച്ചരിഞ്ഞ് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നീട് ഉണക്കമുളക് 8 എണ്ണം ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ വറുത്തെടുക്കണം. തീ ചെറുതാക്കി വെച്ച് വറുത്തെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല. ഇപ്പോൾ വറവ് ആയിട്ടുണ്ട്. പാനിൽ നിന്ന് മാറ്റി തണുത്താൽ പൊടിച്ചെടുക്കാം. അതേ പാൻ തന്നെ സ്റ്റൗവിൽ വെച്ച് പൈനാപ്പിൾ അരച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലതുപോലെ ഇളക്കി ചേർക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചാൽ മതി. 3-4 മിനിറ്റ് ഇളക്കി കൊടുക്കാം. തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. പിന്നീട് 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർക്കാം. ഇത് ചേർക്കുന്നത് നിർബന്ധമില്ല. എരിവ് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. ഇത് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി കടുക് താളിച്ചെടുത്താൽ മതി. ഇതിനായി പാൻ ചൂടായാൽ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നു. പിന്നീട് 2 ഉണക്കമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇളക്കി ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇളക്കി ചേർത്ത് വെച്ചാൽ നല്ല സ്വാദുള്ള ചമ്മന്തി റെഡിയായി. ചോറിനൊപ്പവും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. താങ്ക് യു.